മൻ അതാ അറാഫൻ ഔ കാഹിന ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. ഒരാളൊരു ജ്യോത്സ്യനെ സമീപിച്ചാൽ ഞാൻ കൊണ്ടുവന്നത് കൊണ്ട് അയാൾ കാഫിറായിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി. ഇവിടെ കണ്ടല്ലോ പരിസരത്ത് ഊറ്റിക്കാര് ഇവിടെ കണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കണവരുണ്ട്. എന്ത് ഇവിടെ അടുത്തുണ്ടായിരുന്നു ഒരു ജ്യോത്സ്യന്റെ സ്ഥലം. ആ സ്ഥലത്ത് വരുന്നവർക്ക് മുഴുവനും കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ഒരു ആചാര. അയാളെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് കഞ്ഞി. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ സ്ഥലം പറയണില്ല. ഹിഫ്ളൻ അലാ നഫ്സി, സ്ഥലം ഞാൻ പറയണില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ രാവിലെ അവിടെ ജ്യോത്സ്യപ്പണിക്ക് വരുന്ന എല്ലാ മുശ്രിക്കീങ്ങൾ തമ്മാടിക്കൂട്ടത്തിനും കഞ്ഞി ഏർപ്പാടാക്കി നേർച്ചയാക്കിയതാ ഒരു ആജ്യര കഞ്ഞി നേർച്ചയാക്കി. ചിന്തിക്കേ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പാട് എന്താ നിങ്ങളെ പരിപാടി അതെന്ന് ഞാൻ തോന്നുന്നുണ്ട്. ആമയൊന്ന് ചെറുതായിരുന്നു. മൻ മൻ അതാ അറാഫൻ ഔ കാഹിന ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്. നിന്നെ കൊണ്ടോ കഫറായി. ഒരു ഹദീസ് ലാ തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമാ. ഒരാളെങ്ങാനും ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ അവൻ വിശ്വസിച്ചാൽ കാഫിറാവും, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ തന്നെ 40 ദിവസത്തെ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. കേട്ടോളൂ, മുസ്ലിം ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ. വിശ്വസിച്ചാൽ അതോടുകൂടെ അയാൾക്ക് വലിയ കഴിവുണ്ട്, തസറുഫാത്തുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് അയാൾ പറഞ്ഞ വാക്കിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, അയാൾക്ക് ഈ നക്ഷത്രങ്ങളിലൊക്കെ ചില അധികാരങ്ങളും കൈകളുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഉടനെ തന്നെ എന്താവും? കാഫിറാവും. അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവാതിരിക്കൂല എന്ന് വിചാരിച്ചിട്ട് അയാളെ പിന്നാലെ കൂടിയാൽ 40 ദിവസം അയാൾ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല എന്ന് പുണ്യനബി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തന്നത് നമ്മൾ വാങ്ങൂല, നമ്മൾ പഠിക്കൂല. അത് പഠിക്കലും നിർത്തി, പഠിപ്പിക്കലും നിർത്തി. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഗൗരവമായ പഠനം നടക്കാത്തത്. അന്ത്യനാളാകുമ്പോൾ സ്വപ്നം അധികരിക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ടല്ലോ. പഠിക്കണ്ടേ ഈ വിഷയം? ഈ വിഷയത്തിൽ ആലിമീങ്ങൾ വരികയും ഈ വിഷയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാ. എന്തുകൊണ്ട്? ജുസ്ഉം മിനൻ നുബുവ്വ മിൻ 46 ജുസ്ആൻ. നുബുവത്തിന്റെ 46 ഒരു അംശമാണിത്. ഇതെങ്ങനെ ഒഴിവാക്കും? ഇന്നും ബാക്കിയായ നുബുവത്താണ് അർറുയ സ്വാലിഹായ സ്വപ്നം എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കുട്ടിയോടും പറയാൻ പാടില്ല. കുട്ടികളോട് സ്വപ്നം പറയരുത്, ജാഹിലിനോട് പറയരുത്. പിന്നെയോ അതേപോലെ കുട്ടികളോട് പറയരുത്. കഴിയുമെങ്കിൽ പറയാൻ കുടുങ്ങിയിട്ടാണ് ഞാൻ പറയാത്തത്. പൊതുവേ ഒരു സ്ത്രീ വിരോധി എന്നുള്ള ഒരു പേര് ഇങ്ങനെ പറയും. കഴിഞ്ഞ ഹിജാബൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെണ്ണുങ്ങൾ പിന്നാലെ കൂടിയെന്ന് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. ഇവിടെ രണ്ടാമത്തെ അഭിപ്രായം കൂടി പറയുന്നുണ്ട്. കുട്ടികളോടും പറയരുത്. പരമാവധി പെണ്ണുങ്ങളോട് പരമാവധി പറയരുത്. കാരണം അവർ അല്ലാഹു തആല അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഒന്നും വിചാരിക്കരുത്. ആദമിന്റെ ഒരു വാര്യൽ എന്നാണ് അവളെ പഠിച്ചത്. അതിനൊരു പരിധിയുണ്ട്. അത് നിവർത്താൻ നോക്കിയാൽ പൊട്ടിപ്പോകും. നിവർത്തണ്ടെന്ന് വിട്ടാലോ വളഞ്ഞടക്കും ചെയ്യും. അങ്ങോട്ടും വയ്യ അങ്ങോട്ടും വയ്യ. വളഞ്ഞ വാരിയലിൽ നിന്നാണ് പെണ്ണിനെ പടച്ചിട്ടുള്ളത്. പുണ്യനബി പറഞ്ഞു അത് പരമാവധി. കുടുംബത്തിനെ കുറിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പറയാതിരിക്കൽ നിർവാഹമില്ല. എങ്കിലും സബിയിന്റെ പരിധി തന്നെയാണ് പെണ്ണും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പെണ്ണ് കാണുന്ന സ്വപ്നങ്ങൾ അവൾ ഭർത്താവിനെ അറിയിച്ചു കൊടുക്കൽ, മുതദയ്യിനായ ഭർത്താവിനെ അറിയിച്ചു കൊടുക്കൽ സുന്നത്താണ്. മുതദയ്യിനാകണം. വൈകുന്നേരമായാലും ഇങ്ങനെ കാലിൽ അമൽപ്പായിട്ട് കിടക്കേക്കൊന്ന് വീഴുന്ന ആ ജാതി ആവരുത്. മുതദയ്യിനാണ്, ദീനുള്ള ഭർത്താവാകണം. ഒരു പെണ്ണൊരു സ്വപ്നം കണ്ടാൽ ദീനുള്ള ഭർത്താവിനെ അറിയിച്ചു കൊടുക്കേണ്ടതാവുന്നു. അവൾ തഅബീർ തേടി വണ്ടി കയറല്ല വേണ്ടത്. അവൾ മുതദയ്യായ ഭർത്താവിനോട് പറയണം.
ഭർത്താവ് താബീർ അന്വേഷിക്കണം. അങ്ങനെ പറഞ്ഞു. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. നോക്കൂ, പുണ്യ നബി പറഞ്ഞു കേട്ടോട്ടോ, നല്ല ടോപ്പ് ഒരു ഹദീസ്. ഒരു പക്ഷിയുടെ കാലുള്ള ഒരു വസ്തുവിനെ പോലെയാണ് സ്വപ്നം. നിങ്ങളൊന്ന് മിണ്ടിയാൽ അതൊറ്റ ഒരു മിണ്ടൽ, നിങ്ങൾ ആ മിണ്ടിയിലെ ഞെട്ടലിൽ ആ കാലുമെന്നത് താഴെ വീഴും. എന്നതുപോലെയാണ് സ്വപ്നം. സ്വപ്നം നിങ്ങൾ മിണ്ടിയാലേ പുലരുകയുള്ളൂ. മിണ്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും വരില്ല. മിണ്ടാതിരിക്കൽ അങ്ങക്ക് നല്ലത്. ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലായോ പറഞ്ഞത്? ഒരു പക്ഷിയുടെ കാലിൽ അത് പിടിച്ചിട്ട് പറന്നു പോകുന്ന ഒരു സാധനം പോലെയാണ് സ്വപ്നം. അതിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോവാ, പെട്ടെന്ന് ഞെട്ടിച്ചാൽ താഴ്ചാടി എന്നതുപോലെയാ. മാലം യുഹദ്ദസ് ബിഹാ, അതുകൊണ്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും വരില്ല. മിണ്ടിയാലേ കുഴപ്പം വരുള്ളൂ. അതുകൊണ്ട് പരമാവധി ഒരാളോട് പറയരുത്. വളരെ ശ്രദ്ധിക്കണം. നല്ലതാണെങ്കിൽ പറഞ്ഞേണ്ട. നിന്നോട് എന്തിനാ നീ ആസിദീങ്ങളെ കൊണ്ടുവരുന്നത്? നിനക്കൊരു നിഅമത്ത് അല്ലാഹു നൽകിയാൽ ആ നിഅമത്തിനെ നീ പലപ്പോഴും ഗോപ്യമാക്കി വെക്കണം. ചില വിഷയങ്ങൾ അത് പരസ്യമാണെങ്കിൽ പറയാൻ പാടുള്ളൂ. ചില നിഅമത്തുകളൊക്കെ ഗോപ്യാക്കി വെക്കൽ നല്ലതാ. എന്തിനാ വെറുതെ അത് ജനങ്ങൾക്ക്? എന്തുകൊണ്ട് എന്ന് സയ്യിദുനാ യാഖൂബ് വലിയൊരു മുതൽ പറഞ്ഞുതരാം. സ്വഹീഹുൽ ബുഖാരി ഇതാണ് മുതല്. ഈ വിഷയത്തിന്റെ മുതല് പറയാം. മുസ്തഫ നബിനെ സ്വപ്നം കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. മൻ റആ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅലമു മിൻഹു കമാലു ഇൽമിഹി കമാലു ദീനിഹി വസലാഹിയതിഹി. ഒരാൾ സാലിഹാണ് എന്നതിന് തെളിവാണ് റസൂലുള്ളാഹിന്റെ സ്വപ്നം കാണാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ ശ്രദ്ധിക്കണം. എന്താ ഇതിന്റെ പ്രത്യേകത? മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി فكان فإن الشيطان لا يتمثل بي. صحيح البخاري. من رآني في المنام, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ എന്നെ കണ്ടിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ വർഷാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ എന്നും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. മനറാനി എത്ര മുതൽ ഹദീസാ. കേട്ടോളൂ. എൻ്റെ ഒപ്പം കൊണ്ട് വന്നോളൂ. എൻ്റെ ഒപ്പം നേരം വൈകല്ലേ. എൻ്റെ ഒപ്പം വരി. ഒന്ന്, മനറാനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. ഒരു ഹദീസ്. ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ സ്വഹാബി ആവില്ല, എന്നാലും ആ പദവി ഉണ്ടാവും. കാരണം ഫഖദ് റആനി, അവൻ എന്നെ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? പറയണ്ട, ആരാന്ന് പറയണ്ട. റസൂലുള്ളാഹിനെ കണ്ടവരെ ആരാവുമല്ലോ. സ്വഹാബിന്ന് പറയണ്ട, പക്ഷേ പദവി ഉണ്ടായിരിക്കും. അതുപോലെ ഉന്നത പദവി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം മനറാനി ഫിൽ മനാമി ഫഖദ് റആനി. അല്ലാഹു ചുരുക്കം ചില ആളുകളെ അതിനു വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. സ്വപ്നത്തിനെ അല്ലാഹു തആല തെരഞ്ഞെടുക്കുക. നുബുവത്ത് പോലെയാണത്. അതിൽ തന്നെ റസൂലുള്ളാഹിനെ കാണുക എന്നുള്ളത് ചുരുക്കം ചില ആളുകളെ അല്ലാഹു തെരഞ്ഞെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു വലിയവൻ. അല്ലാഹു അതിനെ അങ്ങോട്ട് തെരഞ്ഞെടുക്കണം. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തലയിൽ എണ്ണിട്ട് കടന്നിട്ട് കാര്യമില്ല. അള്ളാഹ് തെരഞ്ഞെടുക്കണം. അതിന് മാത്രം അവസ്ഥയിലേക്ക് നമ്മളാണ് ഉയർന്നാൽ അള്ളാഹ് തെരഞ്ഞെടുക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ കേട്ടോളൂ. ഹദീസ് നമ്പർ 2. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. മുഴുവൻ പറയാൻ നേരല്ല, ഒന്നും കൂടി കേട്ടോളൂ. മൻ റആനി ഫിൽ മനാമി കമാ ഫകഅന്നമാ റആനി ഫിൽ യഖ്ലാ. ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ എന്നെ ഉണർച്ചയിൽ കണ്ടതുപോലെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഒരാൾ എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ എന്നെ ഉണർച്ചയിൽ കണ്ടതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
ഒരു ഹദീസ് കേട്ടോ കുട്ടികളെ കേട്ടോ അത്ഭുതം പറയാം. ഒരു ഹദീസ് വേറൊരു ഹദീസ് മൻ റആനി ഫിൽ മനാമി റആനി ഫിൽ യഖ്ളാ. ഒരാളെന്നെ സ്വപ്നത്തിൽ കണ്ടാൽ